ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് തേസറിൻ്റെ മധുരവെപ്പ് ഫംഗ്ഷനാണ്. അപ്പോൾ ഞങ്ങൾ ഒരു റൂമിലൊക്കെ പോയിരുന്നു ഫ്രഷ് ആയിട്ട് നേരെ ഫംഗ്ഷൻ നടക്കുന്നിടത്താണ് പോയത്. അത് അത്യാവശ്യം നല്ല ഹൈറ്റിലായിരുന്നു, ഭയങ്കര തണുപ്പും കാറ്റും ഭയങ്കര ഭംഗിയായിരുന്നു പക്ഷേ ആ ഇവൻ്റൊക്കെ കാണാനായിട്ട്. അപ്പോൾ ഇനി നമുക്ക് മധുരവെപ്പിൻ്റെ ചടങ്ങിലേക്ക് കാണാം, ചടങ്ങ് നടക്കുന്നത് നമുക്ക് കാണാം. So okay, all right. The beautiful family ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. So അതിന്റെ പേര് പറഞ്ഞേ. One and only Tessa is here, the beautiful one. So നമ്മുടെ സുന്ദരി കുട്ടിക്ക് നല്ലൊരു കൈയ്യടി കൊടുത്തേ. ഫീൽ ചെയ്യുന്ന ഒരു മൊത്തം. എനിക്ക് സന്തോഷമുണ്ട്. ഈ ചേട്ടയുടെ കല്യാണം വിശ്വസിക്കാൻ പറ്റുന്നില്ല. ചെക്കട്ട് നമുക്ക് നല്ലൊരു കൈയ്യടി പോരട്ടെ. റൈറ്റ് സൈഡിൽ നിന്ന് നല്ലൊരു കൈയ്യടി പോരട്ടെ. സോ മധുരവെപ്പ് സെറമണിയുടെ കുറച്ച് ക്ലിപ്പുകളാണ് നിങ്ങൾ ഇവിടെ കണ്ടത്. ഇനി ആണ് കാണാൻ പോകുന്നത് നമ്മുടെ ചേച്ചി. ഇതാണ് നമ്മുടെ ചേച്ചി. അപ്പോൾ ഇനി ചേച്ചിയെ നമ്മൾ വെൽക്കം ചെയ്യാന്നുള്ളതാണ്. അങ്ങനെ ചേച്ചി സ്റ്റേജിലൊക്കെ വന്നു. ചേച്ചി കാണാൻ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്, ഭയങ്കര രസമാണ് കാണാൻ, പറയാതിരിക്കാൻ വയ്യ, പറയാൻ വാക്കുകളും ഇല്ല. ചേച്ചി എത്രമാത്രം സുന്ദരിയാണ്. സോ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഫുഡ് കഴിക്കാനാണ് പോയത്. ഫുഡ് കഴിച്ചിട്ട് ഇനി അടുത്ത പരിപാടി വളരെ എക്സൈറ്റിംഗ് പരിപാടിയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ DJ. അങ്ങനെ DJ ഒക്കെ കഴിഞ്ഞിട്ട് ഇനി നമ്മൾ റൂമിലേക്ക് തിരിച്ചു പോവുകയാണ്. ഇനി നമുക്ക് നാളെ രാവിലത്തെ കാഴ്ചകൾ കാണാം. കല്യാണ ദിവസമായിട്ടുള്ള ആ ഒരു ഡേയിലെ ബാക്കിയുള്ള കാര്യങ്ങൾ കാണാം. ഇതാണ് ഞങ്ങൾ എല്ലാവരും കൂടെ റൂമിൽ വന്നിട്ടുള്ള ഒരവസ്ഥ. ഇനി നമുക്ക് നാളത്തെ പരിപാടി എന്ന് പറയാം. ഗുഡ് മോർണിംഗ് ഗൈസ്. നമ്മൾ ആദ്യം ഫുഡ് കഴിക്കാൻ പോന്നു. കഴിക്കാൻ പോയിട്ട് വന്നിട്ട് നെക്സ്റ്റ് നമ്മൾ ഒരുങ്ങുന്നു. അതാണ് ഗൈസ് കല്യാണം നടക്കാൻ പോകുന്ന പള്ളി. കഴിക്കാൻ പോവുകയാണ്. ഫുഡ് ഖാനേക്ക് ലിയേ. ഡ്രസ്സ് കൂടെ ഉണ്ടായിരുന്നു, അതെല്ലാം എല്ലാവരും പറക്കിയിട്ടു. ഈ ഒരു പച്ചയാണ് ഞാൻ ഇടുന്നത്. ഹലോ ഗായ്സ്, ഞങ്ങളുടെ പള്ളിയിലോട്ട് പോകാൻ ഞങ്ങൾ 2 മണിക്കൂറത്തെ ഒരുക്കമൊക്കെ കഴിഞ്ഞിട്ട് പള്ളിയിൽ എത്തിയിട്ടുണ്ട്. പള്ളി കാണാൻ അതിലും ഭംഗി, പിള്ളേരെ കാണാൻ അതിലും ഭംഗി. ഇതുകൊണ്ട് എന്ത് ഭംഗിയാന്ന് നോക്കാം എല്ലാവരെയും കാണാൻ. ഇരിക്കുകയാണിപ്പം. ഇതാണ് പള്ളി, ഇതാണ് ഷെപ്ന. ഓ അണൂജ. അങ്ങനെ പള്ളിയിൽ ചടങ്ങുകളൊക്കെ തുടങ്ങി. ചടങ്ങുകളൊക്കെ കുറച്ച് നേരം ഞങ്ങൾ കണ്ടതിന് ശേഷം ഞങ്ങൾ പുറത്ത് പോയി. പുറം ഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തൊക്കെ ഒന്ന് കാണാതിരിക്കാനായിട്ട് അവിടെ ഒന്നുമില്ല. കാരണം എന്ത് കണ്ടാലും അത്രയ്ക്ക് ഭംഗിയാണ് അവിടെ. മലയുടെ മുകളും ആ നീല സ്കൈയും പിന്നെ ആ പള്ളിയുടെ ചുറ്റുപാടും എല്ലാം. പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു, റീൽസിനൊക്കെ വേണ്ടിയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ എടുത്തു. ഭയങ്കര കാറ്റാണ് അവിടെ, ആർക്ക് നിൽക്കാൻ പോലും വയ്യ, അത്രയ്ക്ക് കാറ്റാണ്, ഭയങ്കര കാറ്റായിരുന്നു. മുടിയൊക്കെ സ്ട്രെയിറ്റ് ചെയ്തിട്ട് അവിടെ ചെന്നപ്പോഴത്തേക്ക് മുടിയൊക്കെ നല്ല കേളായിട്ടിരിപ്പുണ്ട്, അത്രയ്ക്ക് കാറ്റായിരുന്നു അവിടെ. ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് ഷെപ്നായ്ക്ക് നമ്മൾ റീൽസ് എടുക്കുന്ന ഫോട്ടോഗ്രാഫറിനെയാണ്, കെവിൻ ഫോട്ടോഗ്രാഫറിനെയാണ്. ഓക്കെ, ഷെപ്ന അങ്ങനെ റീൽസിന് വേണ്ടി ഉള്ള പോസുകളും കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് ചേട്ടനും ചേച്ചിയും പുറത്തേക്ക് വരികയാണ്. ഇതാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്രൈഡും ഗ്രൂമും. എന്ത് ഭംഗിയല്ലേ കാണാൻ. ഇത് ഞങ്ങൾ അവിടെ വെച്ച് പരിചയപ്പെട്ട പുതിയൊരു ഫ്രണ്ടാണ്. അവൻ ഞങ്ങളോട് വന്ന് പരാതി പറയാണ് അവനെ ആരോ അടിച്ചു എന്നൊക്കെ. ഞങ്ങളുടെ പുതിയ ഫ്രണ്ടാണ് ഗൈസ് ഇത്. ഹായ് പറയൂ, ഹായ് പറയൂ. സോ ഇനി റിസപ്ഷനിലേക്കാണ്. ആരും സ്കിപ്പ് അടിക്കരുത്. ഒരുപാട് സർപ്രൈസസും അടിപൊളി മൊമെന്റ്സും ഉണ്ട്, എല്ലാവരും കാണണം. You look so gorgeous, അല്ലേ? നല്ല സുന്ദരിയായിട്ടുണ്ട്. തേജസ്, you look also handsome, അല്ലേ? നല്ല അടിപൊളി കപ്പിൾ അല്ലേ? ബെസ്റ്റ് കപ്പിൾ ഓഫ് ദി ഇയർ വേണമെങ്കിൽ പറയാം. നമുക്ക് നല്ലൊരു കൈയ്യടി ഈ ഒരു കപ്പിളിന് വേണ്ടി കൊടുക്കാം. നമുക്ക് നല്ലൊരു കൈയ്യടി കൊടുക്കാം പ്ലീസ് എവരിവൺ. നല്ലൊരു കൈയ്യടി കൊടുക്കാം. ചെറിയൊരു ടാസ്ക്, ചെറിയൊരു ക്വസ്റ്റ്യൻ എന്താണെന്നറിയാമോ? നമുക്കൊരു 25 വർഷം മുന്നോട്ട് പോവാം. ഒരു 25 വർഷം കഴിയുമ്പോൾ പിള്ളേരൊക്കെ ആയിട്ട് ഭയങ്കര ബിസി ഒക്കെ ആയിരിക്കും. സൗണ്ട് മൊമെന്റിൽ നിങ്ങൾ രണ്ടുപേരും മാത്രം ആ ഒരു ഡിന്നറിൽ ഇരിക്കുമായിരിക്കും.
അപ്പൊ ഇന്നത്തെ ഒരു ദിവസത്തെ പറ്റി എന്തായിരിക്കും പറയാൻ പറ്റുന്നത്? ഒരുപാട് മെമ്മറീസ് കാണും. ചിലപ്പം താലി കെട്ടിയ നിമിഷമായിരിക്കാം, ചിലപ്പോൾ മനോഹരമായ കണ്ണുകളായിരിക്കാം. എന്താണെന്ന് എനിക്കറിയില്ല. സോ ഈ ഒരു മൊമെന്റിൽ എന്തായിരിക്കും ആ ഒരു മൊമെന്റിൽ പറയാൻ പോകുന്നത് ഇന്നത്തെ ഒരു ദിവസത്തെ പറ്റി? രണ്ടുപേർക്കും ചാൻസ് ഉണ്ട്. എന്നാലും എന്തായിരിക്കും പറയാൻ പോകുന്നത്? താലി കെട്ടിയ മൊമെന്റ് ആയിരിക്കും. കാരണം താലി കെട്ടാൻ പഠിച്ചത് വലിയ ടെൻഷനൊന്നും ഇല്ലായിരുന്നു ആദ്യം താലി കെട്ടാൻ. പക്ഷെ പിന്നെ അത് പഠിപ്പിച്ചപ്പം ഭയങ്കര ടെൻഷനായി. ഇത് അങ്ങോട്ട് പറഞ്ഞാൽ അത് എനിക്ക് പ്രശ്നമൊന്നുമില്ലായിരുന്നു. അപ്പൊ ഇന്ന് താലി കെട്ടാൻ നേരം എനിക്ക് വിഷയം ഇങ്ങോട്ട് വെക്കണോ അതോ അങ്ങോട്ട് വെക്കണോ, ഇത് ഇടയ്ക്ക് വെക്കണോ, ഒത്തിരി ഡൗട്ടായി. അപ്പൊ അത് തന്നെ ആയിരിക്കും. പിന്നെ എനിക്ക് പ്രൊസീജിയറൊക്കെ എങ്ങനെയായിരിക്കും ഇവർ പറഞ്ഞു തരുമോ, അങ്ങനെയൊക്കെ കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു. പ്രൊജീസി അതെല്ലാം ഓക്കെ. എന്തായിരിക്കും ജിൻസിയോട് പറയാനുള്ളത് ഈ ഒരു മൊമെന്റിൽ? സോ എന്തായിരിക്കും വാട്ട് സ്പെഷ്യൽ, എന്തെങ്കിലും സ്പെഷ്യൽ മൊമെന്റ് എന്തായാലും കോച്ച് ചെയ്ത് കാണാൻ ഞാൻ ഷുവർ എന്തായിരിക്കും പറയാൻ പോകുന്നത്? എനിക്ക് ഫീൽ ചെയ്ത മൊമെന്റ് എന്ന് പറയുന്നത് ആ ബ്ലസ്ഡ് ചർച്ചിൽ ഫാമിലി ആൻഡ് ഫ്രണ്ട്സ് ടുഗദർ അത് പറഞ്ഞു കൊടുക്കുക, ഭാവി തലമുറയ്ക്ക് അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റട്ടെ എന്നുള്ളത്. ആ ഒരു ഫീല് ദാറ്റ് ഈസ് യൂണീക്. അതൊരു ബ്രൈഡിന് മാത്രം ആ ചർച്ചിന്റെ മുന്നിൽ ഫാമിലി ആൻഡ് ഫ്രണ്ട്സ് അവരുടെ കൂടെ നിന്ന് അത് അനുഭവിക്കുക എന്നുള്ളത് മുന്നോട്ടും എല്ലാവർക്കും പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. അതായിരിക്കും ഞാൻ പറഞ്ഞു കൊടുക്കുക. സൂചിപ്പിച്ചതുപോലെ ഞാൻ ആദ്യം പ്രപ്പോസ് ചെയ്തു. സോ അവിടെ തേജസ് എനിക്ക് ചെറിയൊരു ആഗ്രഹം ഇല്ലാതെ ജിൻസിനെ പ്രപ്പോസ് ചെയ്തിരുന്നെങ്കിൽ ആഗ്രഹം ഉണ്ടായിരുന്നോ? എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ശരിക്കും. എന്തായാലും ഒരു കൂട്ടുകാരി എന്ന നിലയിൽ എന്റെ മനസ്സിൽ ഞാൻ കണ്ടിരുന്നു. സോ എന്താണ് നമുക്ക് കാർന്നവന്മാരുണ്ട്, ഇവിടെ കസിൻസ് ഉണ്ട്, ഫാമിലി ഉണ്ട്, കസിൻസ് എല്ലാവരും ഉണ്ട്. ചെറിയ ടാസ്ക് കൊടുക്കണ്ടേ? അങ്ങനെ നമ്മൾ ചെറുക്കനെ കൊണ്ട് മാത്രം പ്രപ്പോസ് ചെയ്യിച്ചാൽ മതിയോ? വേണ്ടേ? ചേട്ടാ അവിടെ റൊമാൻറ്റിക് ആയിട്ട് ഒരു സോങ് പോരട്ടെ. നല്ലൊരു കൈയ്യടി കൊടുക്കാം. ആരും പേടിക്കേണ്ട. ഡാൻസിൻ്റെ ഇടയ്ക്ക് ഒത്തിരി സർപ്രൈസസ് ഉണ്ട്. അതുപോലെ അത് ലോങ് വീഡിയോ ആണ്. അതുകൊണ്ട് ഞാൻ ഡെഫിനറ്റ് ആയിട്ടും അത് ലോങ് വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ചേട്ടനും ചേച്ചിക്കുള്ള ഗിഫ്റ്റൊക്കെ ഞങ്ങൾ കൊടുത്തിട്ട് പിന്നീട് ഞങ്ങൾ 10 പേരും ഒരുമിച്ചാണ് വന്നതെങ്കിലും 10 പേരും ഇനി 10 ഡയറക്ഷനിലേക്കാണ് പോകുന്നത്. എല്ലാവരും ഇനി വീട്ടിലോട്ടായിരിക്കും പോകുന്നത്, സ്റ്റഡി ലീവൊക്കെ ആയതുകൊണ്ട്. അതുകൊണ്ട് അത്യാവശ്യം ലോങ് ആയതുകൊണ്ട് എല്ലാവരുടെയും ട്രാവൽ ലോങ് ആയതുകൊണ്ട് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഒരു 3:30 ആയപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഇങ്ങനെ തേയിലത്തോട്ടമൊക്കെ കണ്ട് വീട്ടിലെത്തി. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.